ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കാലിൻ്റെ ഈ വിള്ളിച്ചൊക്കെ മാറ്റാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ കുഴിനഖം വെള്ളിച്ചൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കറ്റാർവാഴ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കറ്റാർവാഴ ജസ്റ്റ് ഞാൻ അതിൻ്റെ മഞ്ഞൊന്ന് പോക്കിയെടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ആകൃതിയിൽ ഇത് നന്നായി ഒന്ന് ചെറിയ ചെറിയ വിധത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചെറുനാരങ്ങയാണ് കേട്ടോ. ചെറുനാരങ്ങ ഒരു അരമുറി നമുക്കൊന്ന് നന്നായി ഒന്ന് പീസാക്കി എടുക്കാം. അപ്പോൾ കേടായതായാലൊന്നും കുഴപ്പമില്ല കേട്ടോ. പഴയ ചുരുണ്ടതായാലും കേടായതൊന്നും കുഴപ്പമില്ല. നമുക്ക് ഇത് മുറിച്ചെടുക്കാം. ഇത് ഏകദേശം കുറച്ച് ഒരു കേടായതാണ്. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം മഞ്ഞൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ ഒരല്പം മഞ്ഞൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടി ഇടാം. ഒരല്പം കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായി ഒന്ന് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മിശ്രിതമാണ് കേട്ടോ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം, അതായത് നോർമൽ ഒരു തിളപ്പിച്ച വെള്ളം, അതായത് അധികം തിളയ്ക്കാത്ത ഒരു നോർമൽ ചൂടുള്ള ഒരു വെള്ളം കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മുടെ കാല് വെച്ചിട്ട് കാലിലേക്ക് നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ വെള്ളിച്ചക്ക് മാത്രമല്ല, കുഴിനഖം, കാലിൻ്റെ എല്ലാതരം അലർജി പ്രശ്നങ്ങൾക്കും വളരെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ. അത് ആർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം തിളച്ചിട്ടില്ല, ഏകദേശം ഈ ലെവലിലായിട്ടുണ്ട് കേട്ടോ. അധികം ചൂടില്ല, എന്നാലിത് ചൂടും വേണം ആ ലെവലിൽ. ഇനി ഇത് നമുക്ക് കുറച്ചൊന്ന് ഇതൊന്ന് അലിയാൻ വെക്കാം. മഞ്ഞളും കല്ലുപ്പും കൂടി ജസ്റ്റ് ഒന്ന് അലിഞ്ഞതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായി ഒന്ന് ഞരടി കൊടുക്കട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കൈകൾ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഞണ്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മുടെ കാലിൽ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. ഇതുപോലെ കാലൊന്ന് വെച്ചത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് വെച്ച് നമുക്ക് ഇതുപോലെ നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ കറ്റാർവാഴയുടെയും അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങയുടെയും ഒക്കെ ഭാഗം കൊണ്ട് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ കാല് സ്വതവേ പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇതിനേക്കാളും കൂടുതൽ എഫക്റ്റ് നമുക്ക് ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡി വെച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത് നമുക്ക് കുഴിനഖത്തിനും അതുപോലെ തന്നെ കാലിൻ്റെ എല്ലാതരമുള്ള അലർജി പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു റെമഡിയാണ്. ഈ പ്രത്യേകിച്ച് കറ്റാർവാഴയൊക്കെ വെച്ച് നമുക്ക് നല്ല സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് 2 കാലം വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്.